നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം ഏകദേശം 400-ലധികം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് എന്ന് PC ജോർജിൻ്റെ പരാമർശം. ഈ പരാമർശത്തിനെതിരെ SDP അടക്കം രംഗത്തെത്തിയിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ വിമർശനങ്ങളും പരാതികളും. ഒടുവിൽ കേരള പോലീസ് വിധിയെഴുതി. ഈ പേരിൽ PC ജോർജിനെ പൂട്ടാൻ കഴിയില്ല. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല എന്ന് കേരള പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജോർജിൻ്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം. KCBCയുടെ ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിൻ്റെ പ്രസംഗം. PC ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പോലീസിൽ പരാതി നൽകി. അതിന് തൊട്ടു പിന്നാലെ SDPI അടക്കമുള്ളവർ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങി. തുടർച്ചയായി മതവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധകരുടെ ആവശ്യം. എന്നാൽ PC ജോർജിൻ്റെ പരാമർശത്തിൽ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് കത്തോലിക്ക സഭ രംഗത്തെത്തുന്ന കാഴ്ച. ജോർജിനെ അനുകൂലിച്ച് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനാണ് രംഗത്തെത്തിയത്. പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും PC ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമുണ്ട് എന്നായിരുന്നു അവരുടെ വിശദീകരണം. ഇതിനെ മതപരമായി വ്യാഖ്യാനിക്കുന്നത് അപലപനീയമാണ് എന്ന് കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ PC ജോർജിന് പിന്തുണയേറുന്നു എന്ന ധാരണ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി. സംസ്ഥാനത്ത് വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരങ്ങളും ആയുധങ്ങളും എത്തുന്നു. മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത സംരക്ഷിക്കാനും ജാതിമതഭേദമന്യേ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട്. PC ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പറഞ്ഞിരുന്നു. മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം 400-ലധികം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്നും ഇവരിൽ 41 പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയെന്നുമാണ് PC ജോർജ് പ്രസംഗിച്ചത്. 22-23 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം. ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിം സമുദായത്തിനെതിരെ PC ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിൽ ജോർജിനെതിരെ കേസെടുക്കണം എന്ന വാദം നിലനിൽക്കില്ല എന്ന് കേരള പോലീസ് വ്യക്തമാക്കിയതോടെ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാസ തകർത്താടുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കാസ പങ്കുവെച്ച ഒരു കുറിപ്പിങ്ങനെയാണ്: ഈ പെൺകുട്ടി ഇന്നെവിടെയാണ്? ഡൽഹി 2019 സെപ്റ്റംബർ 18 രാവിലെ ബുക്കും ഉച്ചഭക്ഷണവുമായി കോളേജിലേക്ക് പോയ സിയാനി ബെന്നി എന്ന മലയാളിയായ ക്രിസ്ത്യൻ പെൺകുട്ടി കോളേജിലെത്തിയില്ല. വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്താതായതോടെ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മാതാപിതാക്കൾ ഡൽഹി പോലീസിൽ പരാതിപ്പെടുന്നു. രാത്രിയോടെ ഡൽഹി പോലീസ് സിയാനി ബെന്നി അത് 4 മണിയോടെ ദുബായിലെത്തിയെന്ന് കണ്ടെത്തുന്നു. ഒരുപക്ഷെ ഈ കേസ് കേരളത്തിലായിരുന്നുവെങ്കിൽ ജസ്നയുടെ ഗതിയാകുമായിരുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മുസ്ലിം യുവാവ് അവളെ ഡൽഹിയിൽ നിന്നും വിമാനം കയറ്റി ഫ്രീ വിസയിൽ ദുബായിൽ എത്തിച്ചിരിക്കുന്നു. ഇത്രയും ചെലവഴിച്ച യുവാവിൻ്റെ തൊഴിൽ ദുബായിലെ തട്ടുകടയിലെ സപ്ലയർ, വിദ്യാഭ്യാസം 10ാം ക്ലാസ്. ഇവൾക്ക് ഡൽഹിയിൽ നിന്നും വിമാനം കയറാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിലെ ട്രാവൽ ഏജൻസി വഴി. ഡൽഹി പോലീസ് അന്വേഷണം ശക്തമാക്കി സിയാനി ബെന്നിയെ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങി. ഉടൻ തന്നെ പിറ്റേ ദിവസം അവൾ മീഡിയ 1 ചാനലിന് മാത്രമായി അഭിമുഖം നൽകുന്നു. കറുത്ത ചാക്കുകെട്ടിൽ പൊതിഞ്ഞ രൂപം, കണ്ണുകൾ മാത്രം പുറത്ത് കാണാം. ആ ചാക്കുകെട്ടിനുള്ളിൽ സിയാനി തന്നെയാണോ എന്ന് സംശയം. അവൾ ചാനലിനോട് പറയുന്നു: എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല, ഞാൻ ഇസ്ലാമിൽ ചേരാൻ വന്നതാണ്. ഞാൻ മതം മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ ആയിഷയായിരിക്കുന്നു. ദുബായ് കോടതി വഴി അവൾ ഇന്ത്യൻ അതോറിറ്റികൾക്ക് ഈ വിവരം ഇമെയിൽ ചെയ്യുകയും ചെയ്തു. ഇതോടെ കേസ് ക്ലോസ് ചെയ്യപ്പെട്ടു. പിന്നീട് ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്നിതുവരെ അറിയില്ല. ജീവനോടെ ഉണ്ടോ അതോ ഏതെങ്കിലും കിഴവൻ അറബിയുടെ വെപ്പാട്ടിയോ അല്ലെങ്കിൽ സിറിയയിലോ ഇറാഖിലോ ബംഗ്ലാദേശിലോ അതോ അഫ്ഗാനിസ്ഥാനിലോ സിയാനി ബെന്നി എവിടെയാണ്? ലവ് ജിഹാദ് ഒരു തീവ്രവാദമാണ്. അതിനെതിരെ പോരാടുക. PC ജോർജിന് പിന്തുണ മാത്രമല്ല, ലവ് ജിഹാദിനെതിരെ വലിയ തോതിൽ പ്രചരണത്തിനാണ് ഇപ്പോൾ കാസ ശ്രമിക്കുന്നത്. ഇപ്പോഴിതാ ലവ് ജിഹാദ് എന്ന വാക്ക് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇടത് ജിഹാദി സഖ്യത്തിൽ മറഞ്ഞിരിക്കുന്ന സാംസ്കാരിക നായകർ ഒന്നൊന്നായി കളത്തിലിറങ്ങി. PC ജോർജിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സാംസ്കാരിക നായകർ ഒപ്പിട്ടിയൊരു പരാതി പോലീസിന് മുന്നിലെത്തി. K അജിത, സണ്ണിയെ കപ്പിക്കാട്ട്, ഏലിയാമ്മ വിജയൻ, ഡോക്ടർ രേഖാരാജ്, കാസിം ഇരിക്കൂർ, ഡോക്ടർ TS ശ്യാംകുമാർ, അശോകൻ ചെരുവിൽ, ഡോക്ടർ സോണിയ ജോർജ്, KA ബീന, ഡോക്ടർ മാളവിക ബിന്നി, KJ ജേക്കബ്, സൂസൻ ജോർജ്, ഡോക്ടർ വിനീത വിജയൻ, അഡ്വക്കേറ്റ് PM ആതിര, GP രാമചന്ദ്രൻ, ശീതൾ ശ്യാം, M ഗീതാനന്ദൻ തുടങ്ങി 66ഓളം വരുന്നവരാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. PC ജോർജിനെതിരെ സത്താർ പാന്തലൂർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു.
വിദ്വേഷ പ്രസംഗം ആദ്യം നടത്തുമ്പോൾ കേസെടുക്കും, രണ്ടാം വട്ടം നടത്തിയാലും കേസെടുക്കും, തുടർച്ചയായി നടത്തിയാൽ കേസെടുക്കാൻ വകുപ്പില്ല പോൽ. നിയമോപദേശം ഈ വഴിക്കാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ നിരന്തരം ചെയ്താൽ കുറ്റകൃത്യമാവില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷനാവിനെ നിയന്ത്രിക്കാൻ നിയമത്തിൽ വഴിയില്ലെങ്കിൽ ഒരു വൈദ്യോപദേശം കിട്ടുമോ ഊളംപാറയിലേക്ക് മറ്റോ? അതോ എല്ലാവരും MDMA അടിച്ച് ഫിറ്റായതാണോ? ഇപ്പോഴിതാ ചാനൽ ചർച്ചകളിൽ വരെ ലവ് ജിഹാദ് നിറയുന്നു. PC ജോർജിൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് അസ്തമിച്ചു പോകേണ്ടതായിരുന്നു കാര്യങ്ങൾ. കട്ടയ്ക്ക് വെല്ലുവിളിച്ചതോടെ ചിലർ തങ്ങളുടെ അനുഭവം തുറന്നു പറയുകയാണ്. കോഴിക്കോട് പ്രമുഖ അഭിഭാഷകൻ സജി ചാനൽ ചർച്ചയിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട തൻ്റെ ഒരു അനുഭവം വിവരിച്ചു. കോഴിക്കോട് പ്രമുഖ അഭിഭാഷകനാണ് സജി. കോഴിക്കോട് നായർ കുടുംബത്തിലെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ. അച്ഛൻ നേരത്തെ മരിച്ചതിനെ തുടർന്ന് കഠിനമായി അധ്വാനിച്ച അദ്ദേഹം സഹോദരങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി. പിന്നീട് അയാളും വിവാഹം കഴിച്ചു. ഭാര്യ അധ്യാപിക. നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. 2 കുഞ്ഞുങ്ങൾ. ഒരു ദിവസം സ്കൂളിൽ പോയ അധ്യാപികയെ കാണാനില്ല. സ്കൂളിൽ പോയ അധ്യാപിക മടങ്ങി വന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഭർത്താവ് പരാതി നൽകി. ഒരാഴ്ച കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഒരു യുവതിയെപ്പോലെ വേഷവിധാനങ്ങൾ ധരിച്ച് അവരെത്തി. അവരെ കോടതിയിൽ ഹാജരാക്കാനായി ഒപ്പമെത്തിയത് എന്തിനും പോന്ന ഒരു 10-20 പേരും. പിന്നീട് വലിയ നിയമപോരാട്ടമായി ഇത് മാറി. താൻ ഭർത്താവിന് വേണ്ടിയാണ് കേസ് വാദിച്ചത്. 2014 ഈ സംഭവം. ക്വാളീസ് കാർ ഫാഷനായ കാലം. സ്ത്രീയും അവരുടെ സംരക്ഷണത്തിനെത്തിയവരുമൊക്കെ ഈ ക്വാളീസ് കാറിലാണ് കോടതി മുൻപാകെ എത്തിയത്. പിന്നീട് ഈ സ്ത്രീ വിവാഹമോചനം നേടിപ്പോയി. 2015 എനിക്ക് കുഞ്ഞുങ്ങളെ വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് സ്ത്രീ കോടതിയെ സമീപിക്കുന്നു. കണ്ടാൽ ഭയപ്പെടുന്ന ആളുകളാണ് അപ്പോഴും ഈ സ്ത്രീയുടെ കൂടെയുള്ളത്. ഒരു 10-30 പേർ. കുട്ടികളെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം എത്തിയപ്പോൾ എന്നോട് കുടുംബക്കോടതി പരിസരത്ത് വരരുത് എന്ന് പോലീസ് വിലക്കി. ഞാൻ വക്കീലാണ്, എന്തായാലും വരും. അന്ന് അപരിചിതരായ ഒട്ടേറെ ആളുകൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. ഇവരുടെ ലക്ഷ്യം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലായിരുന്നു. പോലീസ് അവരിൽ 30 പേരെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ കയ്യിൽ നിറയെ ആയുധങ്ങളുണ്ടായിരുന്നു. കുട്ടികളെ ബലമായി കോടതി വളപ്പിൽ നിന്നും പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായുള്ള ആസൂത്രണമാണ് അവർ നടത്തിയത്. ഈ സ്ത്രീയെ ഇങ്ങനെ മാറ്റിയെടുത്തത് അറിയപ്പെടുന്ന കോഴിക്കോടിലെ ഒരു മതസ്ഥാപനമാണ്. കുട്ടികൾ അച്ഛനോടൊപ്പം തന്നെ വളർന്നു. പെൺകുട്ടിക്കിപ്പോൾ 17 വയസ്സായിട്ടുണ്ടാവാം. ഭർത്താവ് ഇപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. അയാൾ കടുത്ത വിഷാദരോഗിയായി മാറി. പക്ഷേ കോടതി മുറ്റത്ത് നടന്ന ഈ സംഭവം ഇപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്, അഡ്വക്കേറ്റ് സജി പറയുന്നു. ഇത്തരം നിരവധി അനുഭവങ്ങളുമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളേറുകയാണ്. ലവ് ജിഹാദിനെതിരെ PC ജോർജ് തുടങ്ങി വെച്ചത് വല്ലാത്തൊരു ഭൂകമ്പം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.